കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ നല്ല ചുമയും കഫക്കെട്ടും ഭയങ്കരമായിട്ട് കുറുകലൊക്കെ വന്നിട്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുമച്ച് നടക്കുകയാണെങ്കിലോ ഇതുപോലെ നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്ത് കൊടുത്ത് നോക്കട്ടോ. അതായത് ഇതുപോലെ ഒരു നുള്ളു വീതം ഒരു 2.5 ml വീതം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലോ കുട്ടികൾക്ക് ഈ നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കഫമുള്ള കാനൊക്കെ ആയിട്ട് നല്ലതാണ്, കുറുകൽ മാറാൻ നല്ലതാണ്, ചുമക്കൊത്തിൽ മാറാൻ നല്ലതാണ്, തൊണ്ടവേദന മാറി കിട്ടും കേട്ടോ. നമുക്കും കഴിക്കാം. അപ്പം നമ്മുടെ രണ്ട് രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം ഏതാണ് കുട്ടികൾക്ക് ആ ഒരു രീതിയിലും നമുക്ക് വേറെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പനിക്കൂർക്കയുടെ ഇല എടുക്കാം. ഞാനിപ്പം ഈ ചുമക്കൂർക്കയും പനിക്കൂർക്കയും കൂടി ഒരുമിച്ച് നട്ടിട്ടുണ്ടല്ലോ. ഈ ചുമക്കൂർക്ക ഇങ്ങനെ കാട് പിടിച്ചുണ്ടായിട്ട് ഈ പനിക്കൂർക്ക ഒരു മൂലയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. രണ്ടും നമ്മൾ ഒരുമിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. നമുക്ക് ഏതെങ്കിലും ഒന്നേ നല്ല രീതിയിൽ വളരത്തുള്ളൂ. അപ്പം ഇത് ഇരുവേലി ചുമക്കൂർക്ക എന്നൊക്കെ പറഞ്ഞ ഒന്നാണ്. അപ്പം ഈ രണ്ടിനും ഒരേ സംഭവം തന്നെയാണ്, ഒരേ ഗുണം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പനിക്കൂർക്ക ഉണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ ഇല എടുത്താൽ മതി. അപ്പോൾ ഒരു 2-3 പനിക്കൂർക്കയുടെ ഇല എടുക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ, നമ്മൾ അങ്ങാടി ഷോപ്പിൽ വാങ്ങാൻ കിട്ടും, ഈ പനങ്കൽക്കണ്ട വാങ്ങാൻ കിട്ടും. ഒരു ചുവന്ന കളറാണ്, ശരിക്കും കൽക്കണ്ട പോലെ തന്നെ ഇരിക്കും, പക്ഷേ ഒരു ചുവന്ന കളറിലായിട്ടിരിക്കും. അപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കഫമൊക്കെ ഇളക്കി കളയാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ആസ്മ ഒക്കെ പോലെയുള്ള വലിവ്, ഈ ശ്വാസമുട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നെഞ്ചിൽ കഫം കെട്ടിക്കഴിയുമ്പോൾ കുറുകൽ പോലുള്ള സംഭവമൊക്കെ വരില്ലേ, അത് ഇളകി കളയാൻ ബെസ്റ്റാണ് ഈ പനങ്കൽക്കണ്ടം. അപ്പോൾ ഞാനിപ്പോൾ ഈ പനങ്കൽക്കണ്ടം ഒരു 3-4 കട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ എടുത്ത് നമുക്ക് കുഞ്ഞ് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3-4 ചുവന്നുള്ളി, ഈ 3-4 ചുവന്നുള്ളി എടുക്കണം. അപ്പോൾ നിങ്ങൾ കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ആ പാത്രത്തിൽ ഇട്ടേക്കുന്ന പോലത്തെ പനങ്കൽക്കണ്ട ഒരു 3-4 കട്ട എടുത്തിട്ട് ചുവന്നുള്ളിയുടെ അളവ് കുറച്ചാൽ മതി. 2 ചുവന്നുള്ളി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 ചുവന്നുള്ളി തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, തൊണ്ടവേദന പമ്പ കടുക് കേട്ടോ. അത് മാത്രമല്ല, ഈ നമുക്ക് നെഞ്ചിൽ ഇങ്ങനെ ഒരു ഇൻഫെക്ഷനൊക്കെ വരത്തില്ലേ, ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറുകി ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനും ശ്വാസം വലിച്ച് കിട്ടാത്ത രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് കുറുകലൊക്കെ ആണെങ്കിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. തൊണ്ടവേദന മാറി കിട്ടും. അപ്പോൾ ഇത് ചുമക്ക് മാത്രമല്ല തൊണ്ടവേദനയ്ക്ക് നല്ലതാണ് കേട്ടോ. അത് ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ പനിക്കൂർക്കയുടെ എല്ലാം കഴുകിയിട്ട് ഈ ഒരു കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കണേ. ഞാനിപ്പം വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. പനിക്കൂർക്കയുടെ എല്ലാവരും 3 എണ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും, കാരണം ചുവന്നുള്ളിലും വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അത് മതി. നന്നായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുത്തോ കേട്ടോ. എന്നിട്ട് അടുപ്പ് തുറക്കാം. ഇതുണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് അരഞ്ഞ് കിട്ടും. ഇതുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തില്ലെങ്കിലും ഇതിൽ വെള്ളമുണ്ട്, കണ്ടില്ലേ, ഇതുപോലെ വെള്ളം വരും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് ഒരു 3 ml വീതം കൊടുക്കണം. അരിച്ചെടുത്ത് ഒഴിക്കണം കേട്ടോ. അവിടെ മോളിന്ന് ചുമക്കുന്നുണ്ട്, ഒക്കെ ഉണ്ടാക്കിയതായത്, കാരണം മോക്ക് ഭയങ്കര ചുമയും തൊണ്ടവേദനയും. ഐസ്ക്രീം കഴിച്ച് 2 ദിവസമായിട്ട് ഐസ്ക്രീം തീറ്റയായിരുന്നു. അപ്പം അവൾക്കും കൂടെ ഉണ്ടാക്കിയത്. അപ്പം എനിക്കും കിട്ടോ. അപ്പം നമുക്കും വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, നമ്മൾ തീരെ പൊടി 2 വയസ്സ് പ്രായമൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇതുപോലെ നിങ്ങൾ അരിച്ചെടുത്തതിന് ശേഷം ഫില്ലറിലാക്കി കൊടുക്കാം. നമുക്കാണെങ്കിൽ നമ്മൾ അരിക്കണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് 1 സ്പൂൺ വീതം കഴിക്കുകയാണെങ്കിൽ തൊണ്ടവേദന മാറും, ചുമക്കത്തിലും മാറും, നെഞ്ചിൽ കഫൊക്കെ ഉണ്ടെങ്കിൽ ഇളകി പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളല്ലേ, നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പനിക്കൂർക്കയുടെ അല്ല അടുക്കളയിൽ നിൽക്കുന്ന ചുവന്നുള്ളി പനങ്കൽക്കണ്ട വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. ഉണ്ടാക്കി നോക്കുക, 2 ദിവസം നല്ല ആശ്വാസം കിട്ടും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിനും വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് ഫോളോ ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരുടെയും കുട്ടികളെ കറിവിലേക്കായിട്ട് ഷെയർ കൂടി ചെയ്തെത്തിക്കാം കേട്ടോ. ബൈ.